ഇബ്നു സഖാ എന്ന മനുഷ്യന്റെ ശരീരത്തിൽ രോഗം പിടിപെട്ടു. അയാളുടെ ശരീരത്തിൽ വ്രണങ്ങൾ രൂപാന്തരപ്പെട്ടു. ശരീരം ഇങ്ങനെ പഴുക്കാൻ തുടങ്ങി. ശരീരം ഇങ്ങനെ പൊട്ടിയെഴുകുകയാണ്, മാറുകയാണ്. അതിൽ നിന്നിങ്ങനെ പുഴുക്കൾ പുറത്തേക്ക് വരികയാ. അങ്ങനെ ഇബ്നു സഖയുടെ ശരീരം ഇങ്ങനെ രോഗം കൊണ്ട് മാറുമ്പോ അങ്ങനെ രോഗിയായ മനുഷ്യരോടൊപ്പം ഒരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് രാജകുമാരി ഇബ്നു സഖയെ അതേ തെരുവോരങ്ങളിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയുകയാ. ഒരു കാലത്ത് ലോകമറിയപ്പെട്ട പണ്ഡിതനും പ്രഭാഷകരുമായ ഇബ്നു സഖ, ആയിരക്കണക്കിന് മുരീദന്മാരും ഖാദിമീങ്ങളും ഉണ്ടായിരുന്ന ഇബ്നു സഖ, ആ ഇബ്നു സഖ എന്ന മനുഷ്യന് അറിവ് നഷ്ടപ്പെട്ട്, പ്രതാപം നഷ്ടപ്പെട്ട്, പണം നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട് പേപ്പട്ടിയെ പോലെ തെരുവിൽ കിടന്ന് പുഴുവെടുക്കുകയാ. ഔലിയാക്കളോട് അനാദരവ് കാണിക്കുന്നവരുടെ ജീവിതത്തിന്റെ പര്യവസാനമാ. ഔലിയാക്കളെ ബഹുമാനിക്കാത്തവർക്കുണ്ടാകുന്ന മോശമായ അന്ത്യമാ. അങ്ങനെ ഇബ്നു സഖ എന്ന് പറയുന്ന മനുഷ്യൻ തെരുവിൽ കിടന്ന് പുഴുവെടുക്കുമ്പോൾ ഇബ്നു സഖയുടെ പഴയ കൂട്ടുകാരനായിരുന്ന ബഹുമാനനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ശിഷ്യന്മാരുമായി അദ്ദേഹത്തിന്റെ നാട്ടിലൂടെ കൂട്ടുകാര് അദ്ദേഹം ഇബ്നു സഖയുടെ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ വഴിയിൽ കടന്നുകൊണ്ട് പുഴുവെടുക്കുന്ന ഇബ്നു സഖയെ കാണുകയാ. ഒരു മനുഷ്യൻ വന്നിട്ട് ഇബ്നു സഖയോട് ചോദിക്കുന്ന, ഇബ്നു സഖ, എന്ത് മോശമായ അവസ്ഥയാ ഇബ്നു സഖ, എന്ത് മോശമായ പര്യവസാനം ഇബ്നു സഖ. ഒരു കാലത്ത് നിങ്ങൾ വലിയ പണ്ഡിതനായിരുന്നില്ലേ, ഒരു കാലത്ത് വലിയ പ്രഭാഷകനായിരുന്നില്ലേ, ഇന്നെന്തെങ്കിലുമൊക്കെ അറിവുകൾ ബാക്കിയുണ്ടോ ഇബ്നു സഖ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 6000-ൽ പരം ആയത്തുകൾ ഹൃദയസ്ഥമാക്കിയിരുന്ന ഇബ്നു സഖ, ഏതെങ്കിലും ആയത്തിന് ഓർമ്മയുണ്ടോ ഇബ്നു സഖ? അതേ ചെളിക്കൊണ്ടിൽ ഇങ്ങനെ പുഴുപെടുത്ത് കിടക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, തന്റെ മുന്നിലേക്ക് വന്ന് ചോദിക്കുന്ന ആ നാട്ടുകാരനോട് പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആയത്തുകളും ഞാൻ മറന്നുപോയി, എന്നാൽ ഒരൊറ്റ ആയത്ത് മാത്രമായി എനിക്കും ഓർമ്മയുള്ളത്, ഒരൊറ്റ ആയത്ത് മാത്രമായി എനിക്കും ഓർമ്മയുള്ളത്. റുബമായ വദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അതേ കാഫിരീങ്ങളായ ഇസ്ലാമിനെ നിഷേധിച്ച മനുഷ്യര് ചില സമയത്ത് അവർ കൊതിച്ചു പോകും, പടച്ചവരെ ഞങ്ങളൊന്ന് മുസ്ലിമായിരുന്നെങ്കിലോ, ഞങ്ങളൊന്ന് മുസ്ലിമായിരുന്നെങ്കിലോ. കാഫിറായി കിടന്ന് പേപ്പട്ടിയെ പോലെ പുഴുവെടുക്കുന്ന ഇബ്നു സഖ തന്റെ അവസ്ഥയെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് ഇബ്നു സഖ ഇങ്ങനെ ആ നാട്ടുകാരന്റെ മുന്നിലോതുകയാ. ഈ സമയത്താണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വരുന്നത്. മഹാനവറുകൾ വരുമ്പോൾ തന്റെ കൂട്ടുകാരൻ ഇബ്നു സഖ പുഴുവെടുത്ത് കിടക്കുകയാണ്. ഉടൻ തന്നെ ബഹുമാനനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നു, ഇബ്നു സഖ, എന്ത് പറ്റി ഇബ്നു സഖ? എന്തോരവസ്ഥയാണ് ഇബ്നു സഖ? മരണാസന്നനായി കിടക്കുന്ന ഒരു കാലത്തെ തന്റെ കൂട്ടുകാരനായ ഇബ്നു സഖ അല്പം വെള്ളം കുടിച്ചുകൊണ്ട് മരിക്കട്ടെ എന്ന് കരുതി അയാളെ പിടിച്ച് കിബിലേക്ക് നേരെ തിരിച്ചു കടത്തി വിശുദ്ധ കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുക്കുന്നു. ഇബ്നു സഖയ്ക്ക് കലിമ പറയാൻ പറ്റുന്നില്ല. ഇബ്നു സഖയുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എത്ര വെള്ളം കുടിച്ചിട്ട് ഇബ്നു സഖയുടെ ദാഹം തീരുന്നില്ല. എന്ന് മാത്രമല്ല, സക്കറാത്തിന്റെ സന്ദർഭത്തിൽ കലിമ പറയാൻ കഴിയാതെ ശരീരത്തിന്റെ രോഗത്തിന്റെ പേരിൽ പെടഞ്ഞ് 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 ഖിബിലയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ട് ഏതോ ദിക്കിലേക്ക് മുഖം തിരിച്ച് കാല് തിരിച്ച് കണ്ണുകൾ തള്ളി നാവ് പുറത്തിട്ടുകൊണ്ട് പുഴുവെടുത്ത പേപ്പട്ടിയെ പോലെ ചത്തുപോയി ഇബ്നു സഖ. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സത്യമാണിതെങ്കിൽ എന്തിന്റെ പേരിലാ സഹോദരങ്ങളെ, എന്തിന്റെ പേരിലാ സഹോദരിമാരെ? അല്ലാഹു ആദരിച്ച ഔലിയാക്കളെ ആദരിച്ചില്ല. അല്ലാഹു ആദരിച്ച ബഹുമാനിക്ക ഔലിയാക്കളെ ബഹുമാനിച്ചില്ല. ഔലിയാക്കളോട് അനാദരവ് കാട്ടിയവർ അവരുടെ ജീവിതത്തിന്റെ പര്യവസാനം ഇതാണെങ്കിൽ അതല്ലേ അല്ലാഹു തന്നെ ഹബീബായ മുത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്, മൻ ആദാലി വലിയ ഫഖദ് ആദംതുഹു ബിൽ ഹർബ്. എന്റെ ഔലിയാക്കളോട് അനാദരവ് കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുക. പിന്നെ ഇരു ലോക ജീവിതവും തകർന്ന് തരിപ്പണമാണ്. ഇബ്നു സഖ വലിയ പ്രഭാഷകൻ, വലിയ പണ്ഡിതൻ. അയാളുടെ അറിവിന്റെ മുന്നിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ സാധ്യമായിരുന്നില്ല. ആ ഇബ്നു സഖ വളരെ മോശമായി പുഴുവെടുത്ത് പേപ്പട്ടിയെ പോലെ കാഫിറായി ചത്തുപോയെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ, പടച്ച തമ്പുരാൻ കാത്തു രക്ഷിക്കട്ടെ. ഔലിയാക്കളെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം,
ഔലിയാക്കൾക്ക് അള്ള കൊടുക്കുന്ന പ്രത്യേകമായ സഹായമാണ് അവരുടെ കറാമത്തുകൾ. അവരുടെ ജീവിതത്തിൽ ഔലിയാക്കളിലൂടെ പ്രകടമാക്കപ്പെട്ട കറാമത്തുകളെ നിഷേധിക്കരുത്. അതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ സ്വീകാര്യയോഗ്യമായതാണ്. അപ്പൊ ഔലിയാക്കളുടെ കറാമത്ത് എന്ന് പറഞ്ഞു കെട്ടുകഥകൾ പ്രചരിപ്പിക്കും, അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. കെട്ടുകഥകളെ പറ്റിയല്ല, മറിച്ച് സ്വീകാര്യയോഗ്യമായ നിലയിൽ മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ള കൊടുക്കുന്ന സഹായമുണ്ട്. ചരിത്രത്തിൽ എത്രയോ നമുക്ക് കാണാം. ബഹുമാന്യനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കിലോമീറ്റർ അകലെ നിൽക്കുന്ന സാദിയ റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു കൊടുത്തു മദീനത്ത് പടച്ച തമ്പുരാൻ. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലെത്തുമ്പോൾ ഔലിയാക്കളുടെ കറാമത്തുകൾ ഉൾപ്പെടെ നാം അംഗീകരിക്കണം, ഔലിയാഇനെ ആദരിക്കണം, ബഹുമാനിക്കണം. ഇല്ലെങ്കിൽ മോശമായ അന്ത്യമാണ്. ബഹുമാനനായ അലി റളിയല്ലാഹു അൻഹുവിനെ മോശമാക്കിയ ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ വലിയായിരുന്ന പടച്ച തമ്പുരാനുമായി ബന്ധമുണ്ടായിരുന്ന മുഴുവൻ മഹത്തുക്കളും പടച്ചവന്റെ ഔലിയാക്കളാണ്. മഹാനായ അലിയാർ തങ്ങളെ ഒരാൾ വളരെ മോശമായി പറഞ്ഞു. ആ മനുഷ്യന്റെ പര്യവസാനം പോലും ഈമാൻ നഷ്ടപ്പെട്ടു പോയി, ഇസ്ലാമിൽ നിന്ന് അകന്ന് അവസാനം ആ മനുഷ്യനെ സ്വന്തം വളർത്തുമൃഗമായിരുന്ന ഒട്ടകം തന്നെ അയാളുടെ തലയ്ക്ക് കടിച്ചു പിടിച്ച് അടുത്ത് നിന്ന മരത്തേക്ക് ആഞ്ഞടിച്ച് അയാളെ കൊന്നുകളഞ്ഞു. ശരീരം പൊട്ടിപ്പൊളിഞ്ഞ് വികൃതമായ നിലയിലായിരുന്നു അയാളുടെ പര്യവസാനം. പടച്ചവൻ നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാന്യനായ ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു മഹാനായ പണ്ഡിതനാണ്. മഹാനുഭാവൻ ഒരു ദിവസം തന്റെ പള്ളിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജനാസയും വഹിച്ചുകൊണ്ട് ആളുകൾ വരികയാണ്. പെട്ടെന്ന് മഹാനവർകൾ പള്ളിക്കുള്ളിലേക്ക് കയറി ജനലുകളും വാതിലുകളും എല്ലാം അടച്ചു പൂട്ടി പള്ളിയുടെ ഉള്ളിൽ തന്നെ ഇരുന്നു. ആ മനുഷ്യന്റെ ശവശരീരം കൊണ്ടുവന്ന് പള്ളിയുടെ മുന്നിലൂടെ നടന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞതിന് ശേഷം മാത്രമാണ് ബഹുമാനപ്പെട്ടവർ കതകു തുറന്ന് പുറത്തേക്കിറങ്ങിയത്. ശിഷ്യന്മാരും ഒപ്പമുണ്ടായിരുന്നവരും ചോദിച്ചു, കാര്യമെന്താ? നാളിന്ന് വരെ കണ്ടിട്ടില്ല. ഒരു ജനാസ കാണുമ്പോൾ താങ്കൾ ഇപ്രകാരം ഓടി മറഞ്ഞതെന്തിന്? പള്ളിക്കുള്ളിലേക്ക് കയറി കതകുകളും ജനലുകളും എല്ലാം അടച്ചതെന്തിന്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ആ കൊണ്ടുപോയത് ആരുടെ ശവശരീരമാണെന്ന്? ആരുടെ ശവശരീരമാണ്? അവർ ചോദിച്ചു, ആരുടെയാണ്? അവൻ ഔലിയാക്കളെ ബഹുമാനിക്കാത്തവനാണ്, സഹാബാക്കളെ പറ്റി മോശമായി പറഞ്ഞിട്ടുള്ളവനാണ്. അവന്റെ ശവം പോലും കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതിനുപോലും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അവന്റെ ശരീരം കാണാതെ പോലും മാറി നിന്നത്. മഹത്തുക്കള് അങ്ങനെയുള്ളവരുടെ ശവശരീരം കാണാൻ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഔലിയാക്കളെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ അംഗീകരിക്കണം. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് അവർ അർഹിക്കുന്നതായ ആദരവ് നമ്മൾ കൊടുക്കണം, ബഹുമാനിക്കണം. പടച്ചവന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഔലിയാക്കളെ അറിയുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പിൻപറ്റുവാനും പടച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഔലിയാക്കളോടുള്ള സ്നേഹത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാ അവരെ പിൻപറ്റുക എന്നുള്ളത്, ഔലിയാക്കളെ പിൻപറ്റുക എന്നുള്ളത്. അതെ വർഷാവർഷം ആണ്ടും നേർച്ചയും ഉറൂസും സമ്മേളനവും നടത്തൽ മാത്രമല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വത്തബിഅ സബീല മൻ അനാബ ഇലൈ, എന്നിലേക്ക് മടങ്ങിയ ആളുകളെ പിൻപറ്റുക എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുക, ഔലിയാക്കളുടെ ജീവിതവുമായി നമുക്ക് എത്രത്തോളം ബന്ധമുണ്ട്. അവരെ സ്നേഹിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഔലിയാക്കളുടെ ജീവിതവുമായി ബന്ധമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഉൾപ്പെടെ ചോദിക്കുകയാണ്. ഔലിയാക്കളോട് സ്നേഹമുണ്ട്, അവരോട് ആദരവുണ്ട്, അവരോട് ബഹുമാനമുണ്ട്. പക്ഷേ ആ ബഹുമാനവും സ്നേഹവും ഉണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരന് എങ്ങനെയാണ് മുടിയും ക്രോപ്പ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്നത്? അങ്ങനെ സ്നേഹമുണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരന് എങ്ങനെയാണ് ഗാനമേളകളുടെയും അതേപോലെ തന്നെ ന്യൂ ജനറേഷൻ ട്രെൻഡുകളുടെയും പിന്നാലെ നടക്കാൻ സാധ്യമാകുന്നത്? ഔലിയാക്കളോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുമായി നടക്കാൻ കഴിയും? അതുകൊണ്ട് അറിയണം ഔലിയാക്കൾ ആരാണ്, എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ ബഹുമാനിക്കണം. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഔലിയാക്കളെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യം പടച്ചതാ തമ്പുരാൻ ഔലിയാക്കളുടെ സ്ഥാനവും മഹത്വവുമാണ് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. അലാ ഇന്ന ഔലിയാ അല്ലാഹ്
ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതേ ഭയപ്പാടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാത്തവരത്രേ ഔലിയാക്കൾ. ഔലിയാക്കളുടെ സ്ഥാനവും മഹത്വവും പറഞ്ഞിട്ട് അതിനുശേഷം പടച്ച തമ്പുരാൻ ഔലിയാക്കളുടെ ക്വാളിഫിക്കേഷൻസ് പറയുകയാ, ഔലിയാക്കളുടെ ഗുണഗണങ്ങൾ പറയുകയാ. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. പടച്ച തമ്പുരാൻ പറയുന്നു ഔലിയാക്കളുടെ ഒന്നാമത്തെ ക്വാണ്ടിറ്റി എന്താ? ഔലിയാക്കളുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്താ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, അല്ലദീന ആമനൂ, യഥാർത്ഥ ഈമാനുള്ളവരത്രേ ഔലിയാക്കൾ. വിശ്വാസത്തിന്റെ പ്രകാശ ഗോപുരങ്ങളിലേക്ക് കടന്നവരാണ് ഔലിയാക്കൾ. ഈമാനിന് നിരക്കാത്തതൊന്നും ഔലിയാക്കൾ ചെയ്യൂല. യഥാർത്ഥ ഈമാനെന്നും ഉമ്മത്തിനെ പഠിപ്പിച്ചവരാണ് ഔലിയാക്കൾ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനും പുണ്യ തിരുമേനിയുടെ ഹദീസും ഒരു വിശ്വാസിയിൽ എന്തൊക്കെ ഗുണഗണങ്ങൾ വേണമെന്ന് പറഞ്ഞു, ആ ഗുണഗണങ്ങൾ മുഴുവനും സമ്മേളിച്ചവരാണ് ഔലിയാക്കളെങ്കിൽ പടച്ചവൻ പറയുന്നു അല്ലദീന ആമനൂ, യഥാർത്ഥ ഈമാനിന്റെ നിറകുടമത്രേ ഔലിയാക്കൾ.